പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എല്ലാ ലെഫ്റ്റ് ആയിട്ടുള്ള എല്ലാ തീരുമാനവും എടുത്തുള്ളത് കുലാക്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും പോക്കറ്റിലായിരുന്ന ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസൽക്കരിച്ചത് ആരാ? ഇന്ദിരാഗാന്ധി അല്ലേ? എല്ലാം ചെയ്ത് ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്. ഇവര് റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷം ലൈനാണ്. BJP പോലും നാണം കെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ. ആ ലൈനാണ്. അതാണ് അവസരവാദ രേഖ എന്ന് പറയുന്നത്. സൗകര്യത്തിനനുസരിച്ച് മാറ്റി പറയുക. ഞാൻ ചോദിക്കട്ടെ, സീതാറാം യെച്ചൂരി രേഖ വായിച്ചെന്ന് എന്നോട് പ്രകാശ് കാരാട് ചോദിച്ചത്. ഞാൻ സീതാറാം യെച്ചൂരിയുടെ ഫാസിസത്തിനെതിരായിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിക്ക്. സീതാറാം യെച്ചൂരിയുടെ നിലപാട് വ്യക്തിപരമായ നിലപാടല്ലല്ലോ, പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നിലപാടാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട്, ആ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ട് എങ്ങനെയാണ് ലൈൻ മാറ്റുന്നത്? അത് ഫാസിസ്റ്റും അല്ല, നവഫാസിസ്റ്റും അല്ല. ആകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ BJP എതിർക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റ വാക്കിലാണ് പറയുന്നത്, ഒറ്റ നാവ്. എന്താ? ഇത് ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പൊ CPM മാത്രം പറയുന്നു ഫാസിസം അല്ല, നവഫാസിസം ഇല്ല. ആകാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് മോഡി സർക്കാരിന് കൊടുക്കേണ്ട കാര്യം എന്താ? മോഡി സർക്കാരിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്ന CPM. അത് കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഭീഷണിപ്പെടുത്തലിലാണ് അത് വഴങ്ങിയിരിക്കുന്നത്. പ്രകാശ് കാരാട്ട് ആ ഗ്യാങ്ങിലാണ്, ഇവരുടെ കൂടെയാണ്. ഇവർ പറഞ്ഞ കേൾക്കുന്നത്. അതാണ് പ്രശ്നം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഊമക്കത്ത്. താമരശ്ശേരി സ്കൂൾ പ്രിൻസിപ്പലിനാണ് വിദ്യാർത്ഥികളെ വകവരുത്തുമെന്ന് ഭീഷണി